So our next heading, Ampere's circuital law. Ampere's circuital law. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോട്സ് അവാർഡ്സിലോ ഒക്കെ പറഞ്ഞ് നമ്മളുടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബിയുടെ വാല്യൂ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡി ബി ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. അതിന് ശേഷമുള്ള ക്ലാസ്സിൽ ഒരു സർക്കുലർ ലൂപ്പിന്റെ എസ്സേ ചെയ്തായിരുന്നു. ഇതൊക്കെ ക്ലാസ് കൂടി എനിക്ക് അയച്ചില്ല. ഇതിപ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ലൈൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, അല്ല, ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെ ഫൈ എന്ന് പറഞ്ഞു. അതിനുശേഷം ഗോസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഗോസ് തിയറം പറഞ്ഞ് ദ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ സർഫസ്. അതായത് ദാറ്റ് ഈസ് എ ഗോസ് തിയറം. ഗോസ് തിയറം ഇതായിരുന്നു, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ എനി സർഫസ്. അത് വെച്ച് നമ്മൾ 1-2 പ്രോബ്ലം പറഞ്ഞ്, ഇവിടെ ഇപ്പോൾ ഒരു ചാർജ്, ഇതിനകത്തൊരു ക്യൂ, ഇവിടെയും ഇവിടെ ഒരു 2q ഉണ്ടെങ്കിൽ ഈ ഒരു സർഫസിനകത്തുള്ള മൊത്തം ഫൈയുടെ വാല്യൂ എന്ന് പറയണത് 1/ε0 ഇൻറ്റു 2q പ്ലസ് q 3q ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ ഗോസ് തിയറം അല്ലെ ഗോസ് ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫൈ കണ്ടുപിടിച്ചതിന് ഇക്വലന്റ് ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെ നമ്മൾ പറയുന്നു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അങ്ങനെ എല്ലാ എക്സാമ്പിളും, നോർത്ത് പോൾ സൗത്ത് പോൾ, ഇവിടെ 2 ചാർജുകൾ, അവിടെ മാഗ്നറ്റിക് ഡൈപോൾ, അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സോ എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോസ് ലോയ്ക്ക് ഇക്വലന്റ് ആയിട്ട് നമ്മൾ മാഗ്നറ്റിസത്തിൽ പഠിക്കുന്നതാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ വാല്യൂ ഓർ ദ സർഫസ് ഇന്റഗ്രൽ, ദ ലൈൻ ഇന്റഗ്രൽ, അതാണ് എപ്പോഴും തിരിയുന്നത്. അത് സർഫസ് ഇന്റഗ്രൽ ആയിരുന്നു, സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി. ഹിയർ ഇറ്റ് ഈസ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ is equal to μ0 times I എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ലൈൻ ഇന്റഗ്രൽ മൊത്തം കൂട്ടിയെടുക്കുക, ടോട്ടൽ ഇന്റഗ്രേഷൻ ഓഫ് ബി മാഗ്നറ്റിക് ഫീൽഡ്, എന്തിൻ്റെ? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ I എന്ന് പറയുന്ന കറണ്ട് ഒഴുകുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുത്ത്, ശ്രദ്ധിക്കണം, ആ ലൈനാലെ എലമെന്റ് അല്ല, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത്, അപ്പം അതിനകത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടി വളരെ ചെറിയ ഒരു ലൈൻ ഇന്റഗ്രൽ എടുത്തതാണ്, ലൈൻ എലമെന്റ് എടുത്തതാണ് ഡി എൽ എങ്കിൽ, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദി സർക്കുലർ ലൂപ്പ്, ഈ സർക്കുലർ ലൂപ്പിലെ അല്ലെങ്കിൽ ഈ സർഫസിലെ ഈ സർക്കുലർ, ഈ ഡോട്ടഡ് ലൈൻ വരച്ചിരിക്കുന്നതിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് I. ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഡയറക്ഷൻ. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ പഠിച്ച് പറയുമ്പം ഒരു കണ്ടക്ടർ ഇങ്ങനെ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ മുകളിലേക്ക് ഒരു കറണ്ട് പോവുകയാണെങ്കിൽ അതിന് ചുറ്റും നമ്മളൊരു കേൾഡ് ഫിംഗേഴ്സ്, ഈ കേളി ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്, ഇതിനകത്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാകുന്നത്.
dBയുടെ ഡയറക്ഷൻ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മൊത്തം മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് കാണാൻ വേണ്ടി നമ്മൾ അതിന്റെ ലൈൻ ഇന്റഗ്രൽ ചെയ്താൽ മതി. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഐ. ഇറ്റ് ഈസ് എ ഡോട്ട് പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ ബി കോസ് തീറ്റ ആണ്. ഇവിടെ ബി ഡോട്ട് ഡി എൽ ആകുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഐ. ഇവിടെ നമ്മൾ അതിന്റെ എ ബി കോസ് തീറ്റ അല്ലെങ്കിൽ അതിന്റെ വെക്ടർ പ്രൊഡക്റ്റ് എടുത്തു. സോ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ടൈംസ് ഐ, or dot product A dot B is equal to AB cos theta, or BDL cos theta is equal to mu 0 I. This is Ampere's circuital law. So anyway, me too. Hello. കേൾക്കാലോ? ഹലോ. ദിയക്ക് കേൾക്കാവോ? അപ്പൊ നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ Ampere's circuital law state that the line integral of the magnetic field around a closed circular path is equal to a free space എന്ന് പറയുന്നത് ഇവിടെ mu 0 in free space is equal to mu 0 times total current enclosed by that path. അവിടെ ഓർക്കുന്നില്ലേ? സെയിം സാധനം തന്നെ നമ്മൾ പഠിച്ച് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഇക്വേഷൻ? ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ഇവിടെ പറയുന്നു മ്യൂ 0 ടൈംസ് ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. ക്ലിയർ ആയോ? സോ ഞാനത് കണക്ട് ചെയ്ത് പഠിക്കാനാണ്. ഇത് ഗോസ് തിയറം എന്നും ഇവിടെ ആംബിയേഴ്സ് തിയറം വന്നപ്പോൾ കണക്ട് ഉണ്ടെന്ന്. ശരിയാണ് അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ഉണ്ടായിരുന്നു ലൈൻ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ആ ഭാഗം പോലെ തന്നെയല്ലേ ഇതും? ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഇവിടെ മ്യൂ 0 പെർമിയബിലിറ്റി, ഇവിടെ 1/ε0 പെർമിറ്റിവിറ്റി, ഇവിടെ കറണ്ട്, ഇവിടെ ചാർജ്. ഇത് ഇൻ ദ കേസ് ഓഫ് മാഗ്നെറ്റോ സ്റ്റാറ്റിക്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ഗോസ് ലോ, ദിസ് ഈസ് ആംബിയർ സർക്യൂട്ട് ലോ. ഈ രണ്ട് ലോയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം പഠിച്ചു. ഇവിടെയും നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോയുടെ ആപ്ലിക്കേഷൻസ് എല്ലാം പഠിക്കണം. സോ വൺസ് അഗെയിൻ, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് in free space is equal to mu 0 times total current enclosed by that path. That is Ampere's circuital law. So this is a definition. Ampere's circuital law states that the line integral of the magnetic field, line integral B dot dl, magnetic field around a closed path, the E വരച്ചിരിക്കുന്ന closed path, in free space, mu 0 വന്നുകൊണ്ട്, mu 0 permeability in free space, epsilon 0 ആയിരുന്നപ്പോൾ permittivity in free space, is equal to mu 0 into I, mu 0 times total current enclosed by that path. നമ്മൾ ആംപിയർ സർക്യൂട്ടൽ ലോ ഉപയോഗിച്ച് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എനിക്കുണ്ട്. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരു കറണ്ട് ഐ ഒഴുകുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആംപിയർ സർക്യൂട്ടൽ ലോ ഇതിൻ്റെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ മൊത്തം ലെങ്തിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ലെറ്റ് കൺസിഡർ ആർ വേണോ ഡി വേണോ, നിങ്ങളുടെ ബുക്കിൽ ഏതാ നിങ്ങൾ അതുപോലെ എഴുതിക്കൂ. ആർ റേഡിയസിൽ ഒരു സർക്കുലാർ ലൂപ്പ് കൺസിഡർ ചെയ്യും. ഗോസ് തിയറിനകത്തിനായിരുന്നപ്പം ഗോഷ്യൻ സർഫസ് ആയിരുന്നു. ഇവിടെ ലൈൻ ഇന്റഗ്രലാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സർക്കുലാർ ലൂപ്പ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആർന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ സർക്കുലാർ ലൂപ്പ് മൂലം
ഈ സർക്കുലർ ലൂപ്പിൽ ഈ കറണ്ട് യാറിംഗ് കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നത് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ബി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അങ്ങനെയാട്ടോ, അങ്ങനെയും പറയും, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡ്യൂ ടു എ ഇൻഫിനിറ്റി ലോ. ഇത് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പടാക്കോ എല്ലാം തന്നാലേ നമ്മൾ നേരെ പ്രൂവ് ചെയ്യാൻ തുടങ്ങാം. ഇറ്റ്സ് വെരി സിമ്പിൾ. 2-3 സ്റ്റെപ്സ്. ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ഐ. ശരിയല്ലേ? ഹലോ 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 സാറേ, കേൾക്കാം. കേൾക്കാവോ? ആ, ഇനി നമ്മൾ ഡി എൽ എന്ന് പറയണ ഒരു സ്മോൾ എലമെന്റ് എടുക്കണം. എവിടെയാണോ കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റിൽ ഡി എൽ എന്ന് പറഞ്ഞ എലമെന്റ് എടുക്കണം. ഇവിടെ ഒരു ഡി എൽ എടുത്തു കഴിഞ്ഞാല് ഈ ലൈൻ ഇങ്ങോട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്, ലൈനിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ, ഡി എല്ലിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. അതുപോലെ നമ്മുടെ കറണ്ട് യാറിംഗ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ സർക്കുലർ ലൂപ്പിലാണ്. അപ്പം ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പം ബി ആൻഡ് ഡി എൽ ഹാസ് സെയിം ഡയറക്ഷൻ. രണ്ടും ഒരേ ഡയറക്ഷനിൽ പോകുന്നെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഈക്വൽ ടു 0. അപ്പം നമ്മുടെ ലോയിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലൈനിന്റെ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഐ തീറ്റ 0 കോസ് 0 1 ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ എന്ന് മാത്രമാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഐ. കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നോക്കിയാൽ ഇന്റഗ്രൽ ഓഫ് ഡി എൽ മാത്രമേ ഉള്ളൂ. ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഐ. അതായത് ഇതാണ് ഡി എൽ എങ്കിൽ ഇത് മൊത്തമുള്ള ഡി എൽ, ആ ഡി എൽ കൂട്ടി ഇതിന്റെ മൊത്തം സർഫസ് ഏരിയ വരും. അത് എത്രയാണ്? ആ സർക്കിളിന്റെ ചുറ്റളവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr. 2πr into b equal to μ0 times I. So b is equal to μ0 I divided by 2πr. It is very simple. Finally, we obtain it as the magnetic field due to a infinitely long current carrying conductor. നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ എസ് എ എടുത്ത് നോക്കിയാലും അറിയാം, ആ എസ് എയുടെ അവസാനത്തെ ഉത്തരം ഇത് തന്നെയാണ്. അപ്പൊ വലിയ എസ് എ ആയിട്ടല്ലോ 1 മാർക്കിനെ വല്ലതും ചോദിച്ചാണെങ്കിൽ ആംബിയസ് സർക്യൂട്ട് ലോ വെച്ച് അങ്ങ് പ്രൂവ് ചെയ്താൽ മതി. ഇനി ഇതിന് ആർ അല്ലെങ്കിൽ ചിലപ്പം പരീക്ഷയ്ക്ക് ഡി എന്ന് വല്ല ഒരു വ്യത്യാസം തരും. അത്രയൊക്കെ ഇതിനകത്ത് വ്യത്യാസം വരാൻ പോകുന്നു. ഡി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലത്തിന്റെ വാല്യൂ എന്നാകും? ബി ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πd എന്നാകും. 2πr പകരം ഡി വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഹെഡിങ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. ഞാൻ സോളിനോയിഡ് വരയ്ക്കുന്നത് മുതൽ ശ്രദ്ധിച്ചോണം കേട്ടോ ദൈവമൊക്കെ. അപ്പൊ ഒരിക്കലും ഈ എസ് എ പഠിക്കേണ്ടിയും വരില്ല, ഒന്നും ചെയ്യാനില്ല, ചുമ്മാ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പം ആദ്യം നമുക്ക് 1-2 പോയിന്റ് ഇതിനെ കുറിച്ച് എഴുതാം. യു ക്യാൻ പ്രൂവ് ഇറ്റ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ ഇതൊരു ആപ്ലിക്കേഷൻ ഓഫ് ആംബിയേഴ്സ് സർക്യൂട്ട് ലോ ആണ്. പിന്നെ നമുക്കൊരു പോയിന്റ് എഴുതാം. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ലോങ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? അപ്പോൾ എഴുതാം. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്നാ? ആൻ ഇൻസുലേറ്റർ
ഇൻസുലേറ്റഡ് കണ്ടക്ടർ വൗണ്ട് ഇൻ എ ഹെലിക്കൽ ഷേപ്പ്. ഇൻസുലേറ്റഡ് ആയിരിക്കണം, പുറത്ത് പ്ലാസ്റ്റിക് അല്ല ഇതുള്ള നമ്മുടെ സാധാരണ വയർ പോലത്തെ. ഇൻസുലേറ്റഡ് കണ്ടക്ടർ ഇൻ എ സർക്കുലർ ഷേപ്പ് ഓർ ഹെലിക്കൽ എന്നാ ശരിക്കും പറഞ്ഞത്. ഇൻ എ ഹെലിക്കൽ സ്പ്രിംഗ് എന്നൊക്കെ പറയല്ലേ. ഇൻ എ ഹെലിക്കൽ ആക്ച്വലി ഇങ്ങനെ ചിലപ്പോഴേ എന്തെങ്കിലുമൊക്കെ ചോദിച്ചതിനെ കുറിച്ച് എഴുതാൻ നമുക്ക് അറിയണം. ഇനി അതിനകത്തുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല്, ലെറ്റ് കൺസിഡർ ഇതൊരു സോളിനോയിഡ് ആണെങ്കിൽ ഈ സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോവാ അല്ലേ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോളിനോയിഡ് ഇങ്ങനെ കമ്പ്യൂട്ടറിലൂടെ കറണ്ട് കയറി ഇറങ്ങി പോവാണെങ്കിൽ ഔട്ട്സൈഡ് ഇവിടെ എടുത്താലും അറ്റ് ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും കാര്യം ആദ്യം അറിയണം. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ ഇന്റഗ്രൽ P dot dl equal to mu0 times I. ഇനി റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ചോദിക്കാൻ. ഇനി നമ്മൾ ഒരു സോളിനോയിഡിന്റെ ക്രോസ് സെക്ഷൻ ആണ് എടുക്കണം. ലെറ്റ് കൺസിഡർ ഒരു സോളിനോയിഡിന്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കാൻ വേണ്ടി ഞാനിങ്ങനെ 2 ചതുരം വരച്ചാൽ എന്നാന്ന് വെച്ചാല് കാണിച്ചു തരാം. ഇവിടെ ഒരു പോയിന്റ് ഇട്ടാലേ, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കമ്പി ചുറ്റി ഇവിടെ വന്ന്, ഇവിടുന്ന് കമ്പി ചുറ്റി ഇവിടെ വന്ന്, ഇവിടുന്ന് കമ്പി ചുറ്റി ഇവിടെ വന്ന്, ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ടായിരിക്കും സോളിനോയിഡ് മുറിക്കുവാണ്. അതിന്റെ കമ്പിച്ചുരുളിന്റെ കൃത്യ നടുവ് മുറിക്കുവാണ് ഇരിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? കണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലേ വന്ന് ഇങ്ങനെ വന്നിരിക്കും. കണ്ടോ? ആക്ച്വലി ദിസ് ഈസ് എ സോളിനോയിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മളിപ്പോ പറഞ്ഞ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് ഒഴുകുവാണ്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല്, നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുക്കണം. ലെറ്റ് കൺസിഡർ എ ക്രോസ് സെക്ഷൻ ഇൻ ദ സോളിനോയിഡ്. ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. ലെറ്റ് ദിസ് ഈസ് എ ക്രോസ് സെക്ഷൻ ഇൻ ദ സോളിനോയിഡ്. ഞാൻ അതിനെ ABCD എന്ന് വിളിച്ചു. ABCD. അപ്പം ബയോട്ട് സവാർഡ്സിലോ ഇതല്ലേ. അപ്പം ഇത് സോളിനോയിഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യണം, ഇവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ എല്ലാ വശത്തെയും കൂട്ടിയെടുക്കാം. സോ ദ ടോട്ടൽ ലൈൻ ഇന്റഗ്രൽ B dot dl equal to line integral B dot dl from A to B plus line integral B dot dl from B to C plus line integral B dot dl from C to D plus line integral B dot dl from D to A. ഇനി നമുക്കറിയാം, ഇപ്പൊ ലൈൻ ഇന്റഗ്രൽ A ഡോട്ട് ബി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ B ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാല് ലൈൻ ഇന്റഗ്രൽ BDL cos തീറ്റയാണ്. ഇനി കൺസിഡർ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ സോളിനോയിഡ് എങ്കിൽ, ഈ സോളിനോയിഡിനകത്തോടെ കറണ്ട് പോകുമ്പം ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിന്റിങ് ഔട്ട്വേർഡ് ഡയറക്ഷൻ, ദാ ഇങ്ങോട്ട്. ശരിയല്ലേ? ഇവിടെ ഈ ഒരു പോയിന്റില് നമ്മൾ DL ലൈൻ ഇങ്ങനെ വന്ന് ചുറ്റി മോളി വരുക. ഇവിടുന്ന് ചുറ്റി മോളി വരുമ്പം ആ മോളി വരുന്ന പോയിന്റിലെ DLന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് മുകളിലോട്ട് തന്നെ ആയിരിക്കും. സോ
ഡി എല്ലിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങോട്ടായിരിക്കും. ഓൾവേസ് എപ്പോഴും ഡി എല്ലിന്റെ ഡയറക്ഷൻ മുകളിലേക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വലത്തേക്കുമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പം ഇങ്ങനെ വിരൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നതിന്റെ എങ്ങനെയാണ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ലൈൻ ഇന്റഗ്രൽ എടുത്താൽ അതും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് ഓർത്താലും മതി. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പോർഷൻ എടുക്കുക. ഇവിടെ നോക്കിയേ, ലൈൻ ഇന്റഗ്രൽ ബി ടു സി, അത് എത്രയാണ്? ബി ടു സി എന്ന് പറയുമ്പം ഇത് ഡി എൽ മുകളിലോട്ട് ബി ഇങ്ങോട്ട്, കോസ് തീറ്റ 90. അപ്പം ബി ഡോട്ട് ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കിവിടെ ഈ വാല്യൂ 0 ആയി. ഇനി ലാസ്റ്റത്തെ എടുക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് പെർപെൻഡിക്കുലർ ആകുന്ന രണ്ടാമത്തെ ഭാഗം, ലൈൻ ഇന്റഗ്രൽ ഡി ടു എ ബി ഡോട്ട് ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ ബി ഡി എൽ. ഡി എൽ ഇവിടെ മുകളിലോട്ട് അല്ലെ മുകളിൽ താഴത്തോട്ട് പെർപെൻഡിക്കുലർ ആണ് ബി ആയിട്ട്, ബി ഡി എൽ കോസ് 90 അതും 0 ആയി. സോ ഈ വാല്യൂവും 0 ആയി. പിന്നെ ഞാൻ മൂന്നാമത് പറഞ്ഞു ഒരു സോളിനോയിഡിന്റെ ഔട്ട്സൈഡിലെ 0 ആണ്. അപ്പം സി ടു ഡി ഇതാ ഇതും 0 ആയി. ഓരോന്നിന്റെയും കേസിൽ എഴുതണം. എന്നിട്ട് ഇത് ഫസ്റ്റ് ഡി ടു സി, പിന്നെ ഡി ടു എ, പിന്നെ മൂന്നാമത് ഔട്ട്സൈഡ് ഓഫ് എ സോളിനോയിഡ് ദ ലൈൻ ഇന്റഗ്രൽ സി ടു ഡി ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. പിന്നെ ഏത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? ലൈൻ ഇന്റഗ്രൽ എ ടു ബി, ലൈൻ ഇന്റഗ്രൽ എ. ഇത് നമ്മളുടെ മൊത്തം ബി ഡോട്ട് ഡി എൽ. ഇതിന്റെ വാല്യൂ എത്രയാന്ന് ആംബിയേഴ്സ് പറഞ്ഞേക്കുന്നത്? μ0 ടൈംസ് ഐ. ഇത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ മനസ്സിലായി എന്നാ സിമ്പിൾ ആന്ന്? ലൈൻ ഇന്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ. മുമ്പത്തെ പോലെ തന്നെ ലൈൻ ഇന്റഗ്രൽ ഡി എൽ അല്ലെ, ബി ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി ഡി എൽ ഈക്വൽ ടു μ0 ആയി. നമുക്കറിയാം ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതേലെ ഒരു സ്മോൾ എലമെന്റ് ആണ് ഡി എൽ. അതിനെ മൊത്തം കൂട്ടുവാണെങ്കിൽ ആ സോളിനോയിഡിന്റെ ആകെ ലെങ്ത് എത്രയാണോ അത്രയായിരിക്കും. അപ്പൊ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് ഡി എൽ ആയിരിക്കും, അല്ലെങ്കിൽ എൽ എന്ന് എഴുതാം, സോറി എൽ ആയിരിക്കും മൊത്തം ലെങ്ത്. സോ ബി ഇൻറ്റു എൽ ഈക്വൽ ടു μ0 ടൈംസ് ഐ. മനസ്സിലായോ? ഇനി തീർന്നിട്ടില്ല. ഇവിടെ കറണ്ട് എന്ന് പറയണതേ ഈ പറയുന്ന എൽ ലെങ്ത് ഉള്ള വയറിലൂടെ തന്നെയാ പോണേ. ഇനി അവിടെ n ചുറ്റുകൾ ഉണ്ടെന്ന് പറയാം. ഇഫ് ദിസ് വയർ ഹാസ് എൽ ലെങ്ത്, അതുപോലെ ഒരു ചുറ്റല്ല, നമ്പർ ഓഫ് ടേൺസ് n ആണെങ്കിൽ നമുക്കിതിനെ അതുപോലെ തന്നെ എഴുതാം. μ0 ടൈംസ് എത്ര ചുറ്റുണ്ടോ അതേ ഇൻറ്റു എത്ര ലെങ്ത് ഉണ്ടോ അതേ ഇൻറ്റു മൊത്തം പോകുന്ന കറണ്ട്. അതാണ് ബി എൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി രണ്ട് വശം ഓരോ എൽ ഉണ്ട്. വി ക്യാൻ ക്യാൻസൽ ഇറ്റ്. സോറി. സോ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് റെഡി. ലൈൻ ഇന്റഗ്രൽ അല്ലെങ്കിൽ നെറ്റ് വാല്യൂ ബി ഇസ് ഈക്വൽ ടു μ0 ni. അതങ്ങ് പഠിച്ചിരുന്നേക്കണം. μ0 ni, μ0 ടൈംസ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺ ഇൻറ്റു ടോട്ടൽ കറണ്ട് ത്രൂ ദ സോളിനോയിഡ്. കണ്ടോ ഡിറൈവ് ചെയ്തത്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഐഡിയ മനസ്സിലാക്കി cos 90 കൊടുത്തു കഴിയുമ്പം ഈ രണ്ടെണ്ണം 0 ആയിപ്പോകും. ഔട്ട്സൈഡ് 0 ആണ്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ഐ. μ0 ബി ഡോട്ട് ഡി എൽ എന്ന് പറയുമ്പോൾ മൊത്തം ലെങ്ത്, ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പോൾ എൽ ആണ്. ബി എൽ ഈക്വൽ ടു μ0 ഐ. ഐ എന്ന് പറയുന്നത് കറണ്ട് ഒഴുകുന്നത് എൽ ലെങ്ത് ഉള്ള സോളിനോയിഡിലൂടെ n
ചുറ്റുകളും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തം കറണ്ട് ആവുള്ളൂ. സോ μ0 ഇൻറ്റു എൻ ഇൻറ്റു എൽ ഇൻറ്റു ഐ. രണ്ടെല്ലും ക്യാൻസൽ ആയി കഴിയുമ്പോൾ ബി ഈക്വൽ ടു μ0 എൻ ഐ. ബി ഈക്വൽ ടു μ0 എൻ ഐ. പറഞ്ഞു പഠിക്കണം. നേരത്തെ സ്ട്രൈറ്റ് കണക്റ്റിന്റെ μ0I/2πr ആയിരുന്നു. ഇവിടെ സോളിനോയിഡിന്റെ ബി ഈക്വൽ ടു μ0 എൻ ഐ. 4 മാർക്ക് കിട്ടും പഠിച്ചാൽ.